നിങ്ങളുടെ ഈ ഫൊറോന പള്ളിയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയായിട്ട് ഉയർത്തപ്പെട്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പേരാവൂര് വരികയാണ്. ഈ മലബാർ കുടിയേറ്റത്തിൻ്റെ ഒരു തലസ്ഥാന പ്രദേശമാണ് പേരാവൂർ. ഞാനിങ്ങനെ മലബാറിലേക്ക് കുടിയേറിയ സിറോ മലബാർ മക്കൾക്ക് വേണ്ടി ഒരു രൂപത സ്ഥാപിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചില സുപ്രധാനപ്പെട്ട ആലോചന യോഗങ്ങളൊക്കെ നടന്നത് കളിയോടും പേരാവൂരൊക്കെയാണെന്ന് ഞാനിങ്ങനെ ചിലയിടത്ത് നിന്ന് കേൾക്കാനും അറിയാനൊക്കെ ഇടയായി. ഒരുപാട് സന്തോഷമുണ്ട് പേരാവൂരിലെ മറിയോസെപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിലെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് എനിക്ക് വരാനായിട്ട് കഴിയുന്നതിൽ അച്ഛനെ എന്നെ അവിടെ നിന്ന് റൂട്ടിൽ നിന്ന് സ്വീകരിക്കണം എന്നായിരുന്നു ആഗ്രഹം എന്ന് അച്ഛനോട് പറഞ്ഞു. ഞാനതിന് വിരോധവും പറഞ്ഞില്ല. പക്ഷെ മഴയുടെ പ്രാതികൂല്യം നിമിത്തം അച്ഛൻ വന്നപ്പോൾ എന്നെ മാലയിട്ടപ്പോൾ ആദ്യം ചെവിയിൽ പറഞ്ഞത്, പിതാവ് മഴയായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോകാഞ്ഞത്. പിതാവിനെ മഴ കൊള്ളിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. നിങ്ങളുടെ ഈ വൈകാരികമായിട്ടുള്ള അടുപ്പവും നിങ്ങൾ കാണിക്കുന്ന ഈ ആദരവും ഇഷ്ടമൊക്കെയാണ് സഭയുടെ ഏറ്റവും വലിയ കരുത്ത്, സഭയുടെ ഏറ്റവും വലിയ കരുതൽ ധനം. ഈ നല്ല ദിവസം ഈ പരിശുദ്ധ കുർബാനയിൽ എന്നോടൊത്ത് പങ്കെടുക്കാൻ നിങ്ങൾ വന്ന് ഇവിടെ ഒന്നിച്ചു കൂടിയതിൽ നിങ്ങളോടുള്ള എൻ്റെ വലിയ സ്നേഹവും ഇഷ്ടമൊക്കെ ഞാനിവിടെ പരസ്യമായിട്ട് ഏറ്റുപറയുകയാണ്. നിങ്ങളുടെ കാരണവന്മാരെ മീനിശ്ശേരിയിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയപ്പോൾ അവർ നടത്തിയ ഒരു പോരാട്ടമുണ്ട്. മണ്ണ് തേടിയുള്ളൊരു പോരാട്ടം, ജീവിത മാർഗം തേടിയുള്ളൊരു പോരാട്ടം. ആ പോരാട്ടത്തിൽ മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ഏറെ ആദരവോടുകൂടെ ഞാൻ അവരുടെ പാദം തൊട്ട് വന്ദിച്ച്, ദൈവമേ, അവരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നീ സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത് അവരെ ചേർത്ത് വെക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുർബാനയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നിങ്ങളുടെ കാരണവന്മാരാണ്. ആ കാരണവന്മാർക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവത്താൽ നിയോഗിതനായ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ്, പിതാവിന് ശേഷം ജോർജ് വലിയമറ്റം പിതാവ്, പിന്നീട് ഞെറലക്കാട്ട് പിതാവ്, ഇപ്പോൾ നിങ്ങൾക്ക് അഭിവന്ദനായിട്ടുള്ള ജോസഫ് പാമ്പ്ലാനി പിതാവ്. ദൈവം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ബലി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അർപ്പിക്കുന്നത്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ ഫ്രാൻസിസ് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നിങ്ങൾക്കറിയാവുന്നതുപോലെ 2013 മാർച്ച് മാസം 19-ാം തീയതിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പത്രക്കാർ കരുതി വെച്ച ഫോട്ടോകളിൽ ഇല്ലാത്ത ഒരാളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ബൊണസ് ഐറസിലെ ബർഗോളിയോ. പത്രക്കാരെ ഇങ്ങനെ പരിഭ്രമം കൊണ്ട് ആളെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ തുടങ്ങി. മാർപ്പാപ്പയോട് പത്രക്കാർ ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്: സംഖ്യാശാസ്ത്രം അനുസരിച്ചിട്ട് 13 ഭാഗ്യമില്ലാത്തൊരു നമ്പറാണ്. പരിശുദ്ധ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് 2013-ലാണ്. അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ട ദിവസം മാർച്ച് 13-ആണ്. ഭാഗ്യക്കേടാണ് എല്ലാം. പിതാവ് സുസ്മേരവദനായിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, മനോഹരമായിട്ടുള്ളൊരു മറുപടി പിതാവ് പറഞ്ഞു.
എനിക്കൊരു പേടിയില്ല. ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന മാർച്ച് 19-ാം തീയതിയാണ്. മാർച്ച് 19-ാം തീയതി മാറിയോസേപ്പ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസമാണ് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ സിംഹാസനത്തിൽ വന്ന ശേഷം അദ്ദേഹം ബോണസ് ഐറസിലേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വന്തം രൂപതയിലേക്ക് ഉടനെ തന്നെ ഒരു യാത്ര നടത്തി. ആ യാത്ര എന്തിനാണെന്നറിയാമോ? മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ മുറിയിലെ മാർപ്പാപ്പ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു തിരുസ്വരൂപം കൊണ്ടുവരാനാണ്. അന്ന് തുടങ്ങിയാണ് നമ്മൾ ആ രൂപം പരിചയപ്പെടുന്നത്. ഉറങ്ങിക്കിടക്കുന്ന മാറിയോസേപ്പ് പിതാവിൻ്റെ രൂപം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ് അല്ലേ? ആ രൂപം പരിശുദ്ധ പിതാവിൻ്റെ സ്വകാര്യ പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിച്ച ഒരു രൂപമാണ്. മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് എ സ്ലീപ്പിംഗ് ജോസഫ്, ബട്ട് ഇറ്റ് ഈസ് എ ഡ്രീമിംഗ് ജോസഫ്. അത് ഉറങ്ങുന്ന യൗസേപ്പല്ല, സ്വപ്നം കാണുന്ന യൗസേപ്പാണ്. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് ഈ മണ്ണിലേക്ക് കാട്ടുമൃഗങ്ങളോടും മലമ്പനിയോടും ഒക്കെ പോരാടാൻ നാടുവിട്ടപ്പോഴ് അവര് സ്വപ്നം കണ്ടവരാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമായതാണ് ഇന്ന് പേരാവൂര്. ആ സ്വപ്നം യാഥാർത്ഥ്യമായതാണ് ഇന്നത്തെ തലശ്ശേരി രൂപത, ഇന്നത്തെ താമരശ്ശേരി രൂപത, ഇന്നത്തെ മാനന്തവാടി രൂപത, ഇന്നത്തെ ഭദ്രാവതിയും മാണ്ടിയും ഒക്കെ. സ്വപ്നം കണ്ട നമ്മുടെ കാരണവന്മാരുടെ ഓർമ്മ പേറുന്ന ഈ പേരാവൂരിലെ നിങ്ങളോട് തീ ബലി അർപ്പിക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സ്മരണയ്ക്ക് മുൻപിൽ തൊഴുകൈകളോടുകൂടെ ഞാൻ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ്. യൗസേപ്പ് പിതാവ് സഭയുടെ പാലകനാണ്. യൗസേപ്പ് പിതാവ് സഭയ്ക്ക് എന്നും സംരക്ഷണം നൽകുന്നവനാണ്. യൗസേപ്പ് പിതാവ് സഭയുടെ പാലകനാകുന്നത് കൊണ്ട് തന്നെയാണ് യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളുകൾ നമ്മൾ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നത്. മാർച്ച് 19-ാം തീയതിയിലെ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ മരണത്തിരുനാളാണ്. പക്ഷെ ആ മരണത്തിരുനാളിലെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബങ്ങൾ പോരാടി യൗസേപ്പ് പിതാവിനെ പോലെ കടന്നു പോകാനുള്ളവരാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നമ്മുടെ കാരണവന്മാരോടൊക്കെ നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ നടത്തുന്ന പോരാട്ടം യൗസേപ്പ് പിതാവിൻ്റെ പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ്. നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ കഠിനമായ പ്രയത്നങ്ങളും ഒക്കെ ഈ നാട്ടിലുണ്ടാക്കിയ പുരോഗതി, ആ പുരോഗതിയുടെ ഓർമ്മ നിങ്ങളുടെ കാരണവന്മാരുടെ മനസ്സിലെ തിരുശേഷിപ്പ് പോലെ സൂക്ഷിച്ചത് കൊണ്ടാണ് ഈ പേരാവൂരിൽ പള്ളി പണിതപ്പോഴും അത് യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിലെ അവരെ സ്ഥാപിക്കാൻ കാരണമായത്. അവരുടെ കഷ്ടപ്പാടുകളിലും അവരുടെ കണ്ണുനീരുകളിലും അവരുടെ വേവലാദികളിലും അവരുടെ ആദികളിലും വ്യാധികളിലും ഒക്കെ അവർക്ക് കരം കൊടുത്ത് കരുത്ത് പകർന്ന ഒരു പുണ്യപിതാവിൻ്റെ ഓർമ്മ, യൗസേപ്പ് പിതാവിൻ്റെ ഓർമ്മ ഈ പള്ളിക്കകത്ത് മുഴുവനുണ്ട്. യൗസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. നിങ്ങൾക്കറിയാം എന്തുമാത്രം ഈ നാട്ടിലെ കാരണവന്മാർ പണിയെടുത്തിട്ടുണ്ട്. ഇന്ന് കാർഷിക വൃത്തിക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത ഒരു തലതിരിഞ്ഞ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, കാർഷിക വൃത്തി ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു വലിയ വിളിയാണെന്ന് തിരിച്ചറിഞ്ഞൊരു കാരണവന്മാര്. ദൈവം ആദാമിനോട് പറഞ്ഞു, യു കോൺകർ ദ എർത്ത്, നീ ഭൂമിയെ കീഴടക്കുക. ഈ ഭൂമിയെ കീഴടക്കിയ കർത്താവിന്റെ കൽപ്പന കാത്തുപാലിച്ച കാരണവന്മാരുടെ ഒരു പിൻതലമുറക്കാരാണ് ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവര്.
നീ കഠിനമായിട്ട് ഒരാളെയും പറ്റിക്കരുത്, ഒരാളെയും ചൂഷണം ചെയ്യരുത്. ഞാനിങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴും നിങ്ങൾ എന്നെ നോക്കുന്നത് എനിക്കറിയാം. ഞങ്ങളങ്ങനെ കാർഷിക വൃത്തിക്കൊന്നും പോകില്ല. ഞങ്ങൾ കച്ചവടക്കാരാണ്, തട്ടിപ്പും മത്തങ്ങയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പരമാവധി എത്ര കുറച്ച് വില കൊടുക്കാൻ പറ്റുമോ എന്ന് തന്ത്രപൂർവം തപ്പുന്നവരാ ഞങ്ങള്. കർഷകർ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇന്ന് കാർഷിക വൃത്തിക്ക്, അഭിവൃദ്ധിക്ക് യാതൊരു സാധ്യതയില്ലാത്ത വിധത്തില് കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇവിടെയാണ് ഈ പേരാവൂരിന്റെ അടിമണ്ണിലൂടെ കടന്നു പോകുന്ന ഒരു കഷ്ടപ്പാടിന്റെ ചരിത്രമുണ്ട്. നിങ്ങളുടെ കാരണവന്മാര് ഈ നാട് പടുത്തുയർത്താൻ നടത്തിയ പോരാട്ടം, ആ പോരാട്ടം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിയിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന ഒരു പാരമ്പര്യം. ഇന്ന് എല്ലാ പിള്ളേർക്കും പോകാൻ ഇഷ്ടമുള്ളത് ഔട്ട് ഓഫ് ഇന്ത്യ. നമുക്ക് UK ഒരു രൂപതയുണ്ട്, കാനഡയിൽ ഒരു രൂപതയുണ്ട്, ഓസ്ട്രേലിയയിൽ ഒരു രൂപതയുണ്ട്. അവിടുത്തെ പിതാക്കന്മാരൊക്കെ പലപ്പോഴും സിനഡിൽ പറയുന്നത്, ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പിള്ളേരെ നിങ്ങള് കടല് കടത്തി അങ്ങോട്ട് വിടുന്നത് എന്തിനാണ്? ഇവിടെ സാധ്യതകള് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് യൗസേപ്പ് പിതാവിന്റെ കഠിനാധ്വാനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ പള്ളിയിലെ നിങ്ങൾ ചിന്തിക്കണം. കാർഷിക വൃത്തിക്ക് ഇനി ഒരു സ്റ്റാറ്റസ് ഇല്ല എന്ന് കരുതുന്ന വിധത്തിലെ കാർഷിക വൃത്തിയിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള നമ്മുടെ ഒരു പ്രവണത, അതൊരു പക്ഷേ കർത്താവിന്റെ കൽപ്പനയോട് നമ്മൾ കാണിക്കുന്ന ഒരു പ്രതികാരം പോലെ എനിക്ക് തോന്നുന്നു. കർഷകന്റെ നട്ടൽ ഒരിക്കലും വളയാറില്ല. മുതുകൂത്തി പണിയെടുത്താലും നേരെ നിന്നുകൊണ്ട് അവൻ സംസാരിക്കും. കാരണം ആരെയും പറ്റിച്ചതല്ല അവന്റെ സമ്പാദ്യം, ആരെയും വെട്ടിപ്പിടിച്ചതല്ല. മണ്ണിനോട് മള്ളിട്ട നിങ്ങളുടെ കരങ്ങളുടെ തയമ്പുണ്ടല്ലോ, അത് യൗസേപ്പ് പിതാവിന്റെ തിരുശേഷിപ്പിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് യൗസേപ്പ് പിതാവിന്റെ പേര് കൊടുക്കണമെന്ന് നിങ്ങളുടെ കാരണവന്മാർക്ക് വലിയ ആഗ്രഹമുണ്ടായത്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ഇന്ന് കൊണ്ടാടുകയാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഒരു വിശ്വാസ സത്യമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാള്. മുനിഫിച്ചേന്തിമോസ് ദേവുസ് എന്ന 12-ാം പിയൂസ് മാർപ്പാപ്പയുടെ വലിയ തിരുവെഴുത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയം ഈ ലോകവാസത്തിന് ശേഷം ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് സഭ പഠിപ്പിക്കുന്നു, പാരമ്പര്യമായിട്ട് വിശ്വസിച്ചു. അതൊരു വിശ്വാസ സത്യമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു. പരിശുദ്ധ പിതാവിൻ്റെ ഈ പ്രഖ്യാപനത്തിന്റെ ഓർമ്മ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിന്റെ തിരുനാൾ. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം എനിക്ക് വളരെ അർത്ഥവത്തായിട്ട് തോന്നി. കാനായിലെ കല്യാണ വിരുന്നിന്റെ സുവിശേഷ ഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ മനോഹരമായിട്ട് 1 തുടങ്ങി 11 വരെയുള്ള വാചകങ്ങൾ. അവിടെ ഈ സുവിശേഷം ആരംഭിക്കുന്നിടത്ത് ഒരു പ്രത്യേക പ്രയോഗം എന്നെ വളരെ കൗതുകം നൽകിയിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. 3-ാം ദിവസം. 3-ാം ദിവസം കാനായിലെ ഒരു വിവാഹ വിരുന്ന് നടന്നു. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിന്റെ തുടർച്ചയാണ് ഈ 3-ാം ദിവസം? 3 ദിവസങ്ങൾക്ക് ശേഷം 3-ാം ദിവസം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 3-ാം ദിവസം എന്നതിന് പല അർത്ഥങ്ങളുണ്ട്.
പക്ഷെ മൂന്നാം ദിവസം എന്ന പ്രയോഗത്തിന്റെ കുടുംബജീവിതവുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ കുടുംബജീവിതവുമായിട്ടുള്ള അടുപ്പം, നിങ്ങളുടെ കുടുംബജീവിതത്തിലൊക്കെ തന്നെ പെസഹായുടെ 3 ദിവസങ്ങളുണ്ട്. ഒരു പെസഹ വ്യാഴാഴ്ചയുടെ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി, ഒരു ദുഃഖവെള്ളിയാഴ്ചയുണ്ട്, അതിന്റെ അവസാനം ഒരു ഉയർപ്പ് ഞായറുണ്ട്. കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു എന്ന് പറയുമ്പോൾ അത് കാനായിലെ കല്യാണ വിരുന്നിനെ മാത്രം സംബന്ധിക്കുന്ന ഒരു പരാമർശനമല്ല. കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും കുടുംബജീവിതത്തിലേക്ക് കാലി വെക്കാൻ ഒരുങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ആ സത്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ പിറകിലെ ഒരു പീഡാനുഭവത്തിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന്റെ പൂർണ്ണതയിലാണ് ഉത്ഥാനത്തിന്റെ രഹസ്യം നിങ്ങൾ ആഘോഷിക്കുന്നത്. ഒരുപക്ഷെ പേരാവൂരിലെ ഔസേപ്പ് പിതാവിന്റെ നാമത്തിലുള്ള ഈ പള്ളി നിങ്ങളുടെ കാരണവന്മാരെ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താനായിട്ട് സ്ഥാപിച്ച ഒരു വലിയ പള്ളിയാണ്. കനായിലെ കല്യാണ വിരുന്നിൻ്റെ കഥ ഞങ്ങൾക്കൊരു ഡി അഡിക്ഷൻ സെൻ്ററുണ്ട്. ആ ഡി അഡിക്ഷൻ സെൻ്ററിൽ കുർബാന ചെല്ലാൻ ഞാൻ എല്ലാ പ്രാവശ്യവും പോകാറുണ്ട്. ഒരു 50ഓളം പേരുണ്ട്. അതിലൊരു പകുതിയോളം ക്രിസ്ത്യാനികളാണ്, പിന്നെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിമുകൾ വളരെ കുറച്ചേ വരാറുള്ളൂ. 50 പേരിൽ കൂടുതൽ എടുക്കാറ് ഈ കൗൺസിലിങ്ങിനൊക്കെ കൊടുക്കണ്ടേ. ഞാൻ ഈ കുടിയന്മാരോട് സ്നേഹമായിട്ട് ചോദിക്കാറുണ്ട്, എടാ ഇന്ന് സുവിശേഷം കുർബാനയിൽ ഏതാ വായിക്കണ്ടേ? ഇന്ന് വരെ ഒരു ചേട്ടന്മാരും മറിച്ച് പറഞ്ഞിട്ടില്ല, പിതാവേ കാനായിലെ കല്യാണ വിരുന്ന് വായിക്കുക. ഞങ്ങളുടെ പ്രശ്നം ആകെ കൂടെ അറിയുന്ന ഒരാളുള്ളൂ, കാനായിലെ കല്യാണ വിരുന്ന് വായിക്കുക. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. അവിടെ വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നിടത്തൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഈ വെള്ളം എന്ന വാക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യമല്ല കേട്ടോ. വെള്ളം എന്ന വാക്കിന് അവിടെയുള്ള ബൈബിൾ അർത്ഥം എന്താണെന്നറിയാമോ? കണ്ണുനീരെന്നാണ്. കണ്ണുനീരെ വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതമാണ് കുടുംബജീവിതം. കണ്ണുനീരിനെ വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതം. പേരാവൂരിലെ മനുഷ്യരോട്, നിങ്ങളുടെ കാരണവന്മാരെ ഈ കണ്ണുനീരിനെ വീഞ്ഞാക്കി അത്ഭുതം ചെയ്ത കാരണവന്മാരാണ്. കണ്ണുനീര് കൊണ്ട് പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യത്തിന്റെ നടുവിലെ ഉടമസ്ഥരും അവകാശികളുമായിട്ട് നമ്മൾ ഇരിക്കുന്നത്. അവർ വന്നപ്പോഴുണ്ടായ ഒരു കാലഘട്ടം ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, എത്ര ഭയാനകമായിരിക്കണം അത്, എത്ര ബീഭത്സകമായിരുന്നിരിക്കണം അത്, എത്ര സംഘർഷ നിർഭരമായിരിക്കണം അത്. അവര് മണ്ണ് തേടി, ജീവിത മാർഗം തേടി ഇവിടെ വന്നപ്പോഴും അവര് കടന്നുപോയ സംഘർഷങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെ കാനായിലെ കല്യാണ വിരുന്നിന്റെ ഓർമ്മയാണ്. 3-ാം ദിവസം അവരുടെ കണ്ണുനീരെ അത്ഭുതകരമായിട്ട് ദൈവം പരിവർത്തനം ചെയ്തതാണ് ഇന്നത്തെ പുരോഗതിയും ഇന്നത്തെ നമ്മുടെ വലിയ വളർച്ചയൊക്കെ. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനവും കണ്ണുനീരുമില്ലാത്ത സമൂഹം ഒരിക്കലും വിജയിക്കുകയില്ല. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ചിന്ത പറയട്ടെ, എന്നൊക്കെയാണോ നമുക്ക് 4 കാശിന് വകുപ്പ് വന്നത്, എന്നൊക്കെയാണോ നമുക്ക് മറ്റുള്ളവൻ്റെ കയ്യിലെ കൈ നീട്ടാതെ, കൈക്കോട്ട് പിടിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത്, അന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രലോഭനം എന്താണെന്നറിയാമോ? നമ്മുടെ ബാബേൽ ഗോപുരങ്ങൾ പണിയിലാണ്. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ കർഷകന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, കർഷകന്റെ കഷ്ടപ്പാടുകൾ വില കിട്ടാത്തത് കൊണ്ടുള്ള പ്രതിസന്ധി മാത്രമല്ല, കർഷകൻ കഠിനമായി അധ്വാനിക്കുന്ന പണം അവന്റെ കയ്യിൽ സുരക്ഷിതമല്ലാത്ത വിധത്തില് ചിലവഴിക്കുന്ന നമ്മുടെ തലതിരിഞ്ഞ പ്രവണത,
ആ പ്രവണതയെ നമ്മൾ തിരുത്തണം. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. കണ്ണുനീരിനെ വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതം നടന്ന വിവാഹ വിരുന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ മക്കളെ, ഒരു വിവാഹത്തിന് സദ്യ വിളമ്പിയിട്ട് ഇടയ്ക്ക് വെച്ച് തീർന്നു പോകുക, വിളിച്ചവരിങ്ങനെ ക്യൂ നിൽക്കുക പാത്രം പിടിച്ചിട്ട്. നിങ്ങൾ നാട് വിട്ട് പാകിസ്ഥാനിലേക്ക് ഒളിച്ചോടും. അതുപോലെ സംഘർഷ നിർഭരമായിട്ടുള്ള ഒരു നിമിഷം. ഈ പ്രതിസന്ധികളൊന്നും തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നിൻ്റെ അവസാനമല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചക്രവാളം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നാണ് മധുര വീഞ്ഞുണ്ടാക്കുന്നത്. നമ്മുടെ കണ്ണുനീർ എവിടെ വീഴുന്നുണ്ടോ, നമ്മുടെ വിയർപ്പ് എന്നാണോ ഈ നിലത്ത് വീഴുന്നത്, അന്നൊക്കെ ദൈവം നമ്മുടെ കഷ്ടപ്പാടുകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ 78ാമത് സ്വാതന്ത്ര്യദിനമാണ്. ഞാനൊന്ന് ഓർമ്മപ്പെടുത്താനോട് പറയുകയാണ്, ഞാനും നിങ്ങളൊക്കെ രാഷ്ട്രത്തെ പടുത്തുയർത്തുന്ന പ്രക്രിയയിലെ കരം കോർക്കേണ്ടവരാണ്. ഞാനും നിങ്ങളും രാഷ്ട്രത്തെ പടുത്തുയർത്തുന്ന ഒരു പ്രക്രിയയിൽ സഭയെ പടുത്തുയർത്താൻ നമ്മൾ എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കുന്നുവോ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തെ പടുത്തുയർത്താൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ നമുക്കറിയാവുന്നത് പോലെ ഒരു രാഷ്ട്രീയ അവബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി ഇനി ഒരാൾക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ദുർബലമായി പോയി. ഞാൻ കക്ഷികളെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിച്ചിട്ട് പറയുന്നതല്ല. നമുക്ക് ഒന്നിച്ചു നിന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലുപ്പമുണ്ടായിരുന്നു, നമ്മൾ നേടിയെടുത്ത ഒരു വലിയ ആകാശമുണ്ടായിരുന്നു. ഇന്ന് ആർക്കും വേണ്ടാത്ത കുറെ കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് അതെല്ലാം പിരിഞ്ഞുപോയി. ഇന്ന് നമുക്ക് ഒരിടത്തും നിലനിൽപ്പില്ലാത്ത വിധത്തില് നമ്മുടെ കർഷകർ പരിഗണിക്കപ്പെടാത്തതിന്റെ കാരണം, നമ്മുടെ ജനങ്ങള് ഗവൺമെന്റ് സർവീസിൽ കയറാത്തത് പോകുന്നതിന്റെ കാരണമൊക്കെ നിങ്ങൾ അന്വേഷിച്ചു ചെന്നാല് നമുക്ക് വഴി തരാനും കരം തരാനും ആരും തന്നെ ഇന്ന് സമൂഹത്തിൽ ഇല്ലാത്ത വിധത്തില് നമ്മൾ ചെറുതായി പോയി. ഇരുപക്ഷെ ഇവിടേക്ക് വരുമ്പോഴേ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ഒരു തൃശ്ശൂർക്കാരൻ അച്ഛനെ കുറിച്ച് ഓർമ്മയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് നിങ്ങൾ വിളിച്ചു പറയും. ജോസഫ് വടക്കനച്ചൻ. കുടിയിറക്കിന്റെ കാലഘട്ടത്തില് പോരാടിയ ഒരു രക്തസാക്ഷിയാണ് അദ്ദേഹം. അദ്ദേഹം കുടിയിറക്കപ്പെട്ടവരെ കുടിയിറക്കലിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവ് അയച്ചൊരു പ്രവാചകനാണ്. നമുക്ക് ഇന്ന് അത്തരത്തിലുള്ള നേതാക്കളില്ലാതെ പോകുന്നത് നമ്മുടെ പരാജയത്തിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ പരാജയത്തിൻ്റെ ഒരു കാരണം, നമ്മൾ ഒരുത്തൻ മറ്റൊരുത്തൻ്റെ കാല് വലിച്ച് അവന് താഴെ ഇട്ടാൽ നമുക്ക് സന്തോഷമായി. ഒരാളും കയറിപ്പോകാൻ പറ്റാത്ത വിധത്തില് നമ്മളെ തന്നെ പരസ്പരം പ്രതിരോധിച്ചും പകരം വീട്ടിയൊക്കെ അതുകൊണ്ട് തന്നെ ഈ പേരാവൂര് പള്ളിയില് ഇന്ന് പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിവസത്തില് ഞാൻ നിങ്ങളോട് പറയും, ഒന്നിച്ചു നിൽക്കുക, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഒന്നിച്ചു നിന്നാലേ, ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ തോൽപ്പിക്കും. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. തൃശ്ശൂർക്കാരനാണ്. കുഞ്ഞു കവിതകൾ എഴുതുന്ന കുഞ്ഞുണ്ണി മാഷ് തൃശ്ശൂരിലെ കത്തോലിക്കരെ കുറിച്ച് മാഷ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് തൃശ്ശൂർക്കാരെ കുറിച്ച് എഴുതിയ കവിതയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് അല്പം ദോഷൈക ദൃക്കായിട്ടുള്ള പരാമർശനമുണ്ട്.
അപ്പം അത് നിങ്ങൾക്ക് ബാധകമല്ല, അത് ഞങ്ങളെ മാത്രം ബാധിച്ചതാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധമില്ല എന്ന് കരുതിയിട്ടാണ്. അദ്ദേഹം പാടുന്ന ഒരു പാട്ടുണ്ട്, മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. 4 വരിയാണ്, പെട്ടതും കാണാണ്ട് പഠിക്കാൻ പറ്റും. ഒന്നെന്നെഴുതാൻ ചെരിയേണ്ട ഇടതോട്ട്, ചെരിയേണ്ട വലതോട്ട്, ചെറിയൊരു കുറിയൊരു നേർവര മാത്രം. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഒന്നെന്നെഴുതാൻ ചെരിയേണ്ട ഇടതോട്ട്, ചെരിയേണ്ട വലതോട്ട്, ചെറിയൊരു കുറിയൊരു നേർവര മാത്രം. ഇന്ന് നമ്മുടെ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് അറിയാമോ? ഒന്നെന്നെഴുതാൻ നമുക്കറിഞ്ഞുകൂടാ, നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കണ്ണുനീരിനെ വീഞ്ഞാക്കി മാറ്റിയ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ, അധ്വാനം കൊണ്ട് നസ്രസിലെ കുടുംബത്തെ പരിപാലിച്ച് പരിപോഷിച്ച് ഔസേപ്പ് പിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ നിങ്ങളും ഞാനും പ്രാർത്ഥിക്കണം. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ, കണ്ണുനീര് കൊണ്ട് മധുരവീഞ്ഞുണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ. 3-ാം ദിവസത്തിൻ്റെ സംഘർഷങ്ങള് അവസാനിക്കുന്ന ഉത്ഥാനത്തിലാണുള്ള തിരിച്ചറിവിലെ പ്രത്യാശാനിർഭരായിട്ട് ജീവിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ രാഷ്ട്രത്തെ ഓർക്കുക, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ അഖണ്ഡതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയെയും നിങ്ങൾ ഓർമ്മിക്കണം. സീറോ മലബാർ സഭ 50 ലക്ഷം ജനങ്ങളുള്ള 35 രൂപതകളുള്ള വലിയൊരു രൂപതയാണ്. നമുക്ക് 13 രൂപതകൾ കേരളത്തിലാണ്, 18 രൂപതകൾ ഇന്ത്യക്ക് മുഴുവൻ അകത്താണ്, 4 രൂപതകൾ 4 ഭൂഖണ്ഡങ്ങളിലാണ്, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും UK-യിലൊക്കെയാണ്. നമ്മുടെ സഭ ഒന്നിച്ചു നിൽക്കാൻ ഈ നല്ല ദിവസം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിൻ്റെ അകത്ത് അടിയൊഴുക്കുകളും ചേരിതിരിവുകളും ഒന്നുമില്ലാതെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട് എല്ലാ കൊല്ലവും രൂപതകൾ ഓരോ പ്രാവശ്യമെങ്കിലും 1-2 ദിവസമൊക്കെ പോകണമെന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പേരാവൂരിൽ പക്ഷെ ഞാൻ വന്നില്ലായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു കണക്ടിവിറ്റിയിലൂടെ, അങ്ങനെയുള്ള ഒരു കൂട്ടിപ്പിടുത്തത്തിലൂടെ നമുക്ക് കുറേ കൂടെ ഒരു കൂട്ടായ്മയും ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മംഗളദിനത്തിൻ്റെ സർവമംഗളങ്ങളും പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും മാർ യോസേപ്പ് പിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ഈ ദേവാലയത്തിലെ നിങ്ങൾക്ക് യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക പിന്തുണയും പിൻബലവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് തമ്പുരാൻ്റെ മുൻപിലെ കരങ്ങൾ കൂപ്പി മുട്ടുകൾ മടക്കി യാചിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ